ഹായ് ഓൾ, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇഷ്യൂസ് ഇൻ ദ ഡിസൈൻ ഓഫ് എ കോഡ് ജനറേറ്റർ, ടാർഗറ്റ് മെഷീൻ, ദെൻ റൺ ടൈം മെമ്മറി മാനേജ്മെൻ്റ് ആണ്. അതിലെ ഫസ്റ്റ് വണ്ണ് കോഡ് ജനറേഷൻ ഇഷ്യൂസ് ഇൻ ദ ഡിസൈൻ ഓഫ് എ കോഡ് ജനറേറ്റർ എന്താ നോക്കാം. ഒരു കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത് കമ്പൈലറിൻ്റെ ലാസ്റ്റ് ഫേസാണ്. കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു കമ്പൈലറിൻ്റെ ഫസ്റ്റ് ഫേസായ ഫ്രണ്ട് എൻഡിൻ്റെ ഔട്ട്പുട്ടാണ് കോഡ് ജനറേറ്ററിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഒരു സിമ്പിൾ ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡിനെ ഒരു ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഫേസിൽ നടക്കുന്നത്. കോഡ് ജനറേറ്ററിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു കമ്പൈലറിൽ ചില കമ്പൈലേഴ്സിൽ കോഡ് ഒപ്റ്റിമൈസർ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഒരു ഫേസ് ഇല്ലെങ്കിലും അത് കോഡ് ജനറേറ്റർ ഇൻ്റർമീഡിയറ്റ് കോഡിനെ ടാർഗറ്റ് പ്രോഗ്രാമാക്കി കൺവേർട്ട് ചെയ്യും. ഒരു കോഡ് ജനറേറ്റർ ഒരു കമ്പൈലറിൻ്റെ ഫേസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെമാൻറ്റിക്കലി ഒരു സോഴ്സ് പ്രോഗ്രാമിനുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടാർഗറ്റ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. അത് ഒരു കോഡ് ജനറേറ്ററിൻ്റെ മെയിൻ ഗോളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ്. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് പ്രോഗ്രാം എല്ലാ ടേംസിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കണം. അത് കൺസ്യൂം ചെയ്യുന്ന സ്പേസ് ആയാലും അത് എടുക്കുന്ന ടൈം ആയാലും അതിനാവശ്യമായിട്ടുള്ള സ്പീഡും ടൈമും സ്പേസും ഒക്കെ എഫിഷ്യൻ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു ടാർഗറ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഗോൾ. ഒരു കോഡ് ജനറേറ്ററിൻ്റെ പ്രൈമറി ടാസ്കുകൾ എന്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ, രജിസ്റ്റർ അലൊക്കേഷൻ ആൻഡ് അസൈൻമെൻറ്റ്, ഇൻസ്ട്രക്ഷൻ ഓർഡറിംഗ് ആണ്. ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനെ സെലക്ട് ചെയ്യുക, ടാർഗറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുക. രജിസ്റ്റർ അലൊക്കേഷനും അസൈൻമെൻറ്റും എന്ന് പറയുന്നത് ദിസ് ടെൽസ് വിച്ച് രജിസ്റ്റർ ഷുഡ് ബി യൂസ് ടു റൺ ദ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്ററിനെ ഏതാണെന്ന് പറയുന്നതാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ ഓർഡറിങ് എന്ന് പറയുന്നത് ദിസ് ടെൽസ് ദ ഓർഡർ ഇൻ വിച്ച് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഗിവൺ ഇൻ ഓർഡർ ടു റൺ ദ പ്രോഗ്രാം എഫിഷ്യൻ്റ്ലി. പ്രോഗ്രാം എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓർഡറിലാണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ടാസ്ക്. ഇനി ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഡിസൈനിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ല, ഇൻപുട്ട് ദ കോഡ് ജനറേറ്റർ. ഇൻ്റർമീഡിയറ്റ് കോഡും ഒരു സിമ്പിൾ ടേബിളിൻ്റെ ഇൻഫോർമേഷൻസുമാണ് ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഇൻപുട്ട്. അതാണ് ഇൻ്റർമീഡിയറ്റ് കോഡ്. അത് പൊതുവേ 3 അഡ്രസ് കോഡിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്വാഡ്രപ്പിൾസ്, ട്രിപ്പിൾസ് അല്ലെങ്കിൽ ട്രീസ്, ഡാഗ്സ് ഒക്കെ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഒരു ടാർഗറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് ആണ് ഒന്നാമത്തെ ഡിസൈൻ ഇഷ്യൂ. നെക്സ്റ്റ് വണ്ണാണ് ടാർഗറ്റ് പ്രോഗ്രാമാണ് ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു ഔട്ട്പുട്ട് 3 രീതിയിലായിരിക്കാം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. മേ ബി അബ്സല്യൂട്ട് മെഷീൻ ലാംഗ്വേജ് ആയിരിക്കാം, റീലൊക്കേറ്റബിൾ മെഷീൻ ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ആയിരിക്കാം. അതിൽ അബ്സല്യൂട്ട് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഫിക്സഡ് മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു സ്മോൾ പ്രോഗ്രാംസിനാണ് അബ്സല്യൂട്ട് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനെ അവിടെ തന്നെ കമ്പൈൽ ചെയ്യാനും പറ്റും. ഒരു ഫിക്സഡ് സ്മോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് അവിടെ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. ആ രീതിയിലുള്ള പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. അതാണ് അബ്സല്യൂട്ട് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് റീലൊക്കേറ്റബിൾ മെഷീൻ ലാംഗ്വേജ്.
ഇത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്തിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് എല്ലാം പിന്നീട് ലോഡ് ചെയ്യും, ലിങ്ക് ചെയ്തിട്ട് ലോഡ് ചെയ്യും, മെമ്മറിയിലൊക്കെ ലോഡ് ചെയ്യും. Relocatable object modules can be linked together and loaded by linking loader. But there is a added expense of linking and loading. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും മെമ്മറിയിൽ നിന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതും ലോഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. ദെൻ മൂന്നാമത്തതാണ് ടാർഗറ്റ് പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തതാണ് അസംബ്ലി ലാംഗ്വേജ്. ഇപ്പോൾ അസംബ്ലി പ്രോഗ്രാമായിട്ടും നമുക്ക് എന്താണ് ഒരു ടാർഗറ്റ് പ്രോഗ്രാമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു അഡീഷണൽ സ്റ്റെപ്പ് കൂടെ കോഡ് ജനറേഷൻ ശേഷം വേണം. മൂന്നാമത്തെ ഡിസൈൻ ഇഷ്യൂ ആണ് മെമ്മറി മാനേജ്മെൻറ്റ്. ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മെമ്മറി മാനേജ്മെൻറ്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ഡാറ്റേനെ അഡ്രസ്സിനായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് mapping names in source program to runtime memory should be done. This is done with the help of symbol table യൂസ് ചെയ്തിട്ടാണ് ആ മെമ്മറി നെയിംസിനെ ആ ഒരു അഡ്രസ്സിനായിട്ട് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെമ്മറി മാനേജ്മെൻറ്റ് കാര്യങ്ങളും കോഡ് ജനറേറ്ററിൻ്റെ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തതാണ് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ. ഇൻസ്ട്രക്ഷൻ സെലക്ഷനിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ദ ലെവൽ ഓഫ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ, ദ നേച്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ, ദ ഡിസൈർഡ് ക്വാളിറ്റി ഓഫ് ദി ജനറേറ്റഡ് കോഡ്. ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ ഒരു ഇൻസ്ട്രക്ഷന് സെലക്ട് ചെയ്യുന്നത് കോഡ് ജനറേഷൻ അല്ല ടാർഗറ്റ് ജനറേഷന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴായിരിക്കും അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കാം. അതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് യൂണിഫോം ആയിട്ടുള്ളതാവാം. ഇൻസ്ട്രക്ഷൻ സ്പീഡ് അത് കൺസിഡർ ചെയ്യാം. മെഷീൻ ഇഡിയംസ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസിയിൽ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. അതിൽ ഫസ്റ്റ് വണ്ണായ ലെവൽ ഓഫ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഡ് ലോ ലെവലും ആവാം ഹൈ ലെവലും ആവാം. അപ്പോൾ ഒരു ഹൈ ലെവൽ കോഡ് ജനറേറ്ററിലാണെങ്കിൽ നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യണം. ഹൈ ലെവൽ ആണെങ്കിൽ കോഡ് ജനറേറ്ററിൽ നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം ഒരു ടാർഗറ്റ് പ്രോഗ്രാം ആക്കാൻ. ആ ഒരു ടാർഗറ്റ് പ്രോഗ്രാം അത്ര നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഡ് ആവണം എന്നില്ല. പക്ഷേ ഒരു ലോ ലെവലാണെങ്കിൽ നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു കോഡ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അതാണ് ഇൻസ്ട്രക്ഷൻ സെലക്ഷനിൽ വരുന്ന ഫസ്റ്റ് കാര്യം. നെക്സ്റ്റ് വണ്ണാണ് നേച്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. കമ്പൈലർ ഏത് ടാർഗറ്റ് മെഷീന് വേണ്ടിയിട്ടാണോ ഒരു ടാർഗറ്റ് പ്രോഗ്രാം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ചായിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ നേച്ചർ. ചില മെഷീൻസിന് ഒരു യൂണിഫോമാലിറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലതിന് ആ ഒരു യൂണിഫോമാലിറ്റി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു കോഡ് ജനറേഷൻ സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ ആ ഒരു കോഡ് ജനറേറ്ററിന് സെപ്പറേറ്റ് ആയിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ ഒരു മെഷീൻ ഇഡിയംസ് ഉണ്ടാവും. അതും നമ്മൾ കൺസിഡർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോയിൻ്റാണത്. തേർഡ് വണ്ണാണ് ഡിസൈർഡ് ക്വാളിറ്റി ഓഫ് ജനറേറ്റഡ് കോഡ്. ആ ഒരു ജനറേറ്റ് ചെയ്ത കോഡിൻ്റെ ക്വാളിറ്റി അതും ഒരു നീഡഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സ്പീഡ്, പിന്നെ സ്മോൾ സൈസായിരിക്കണം, പിന്നെന്താ കോസ്റ്റ് കുറവായിരിക്കണം, അങ്ങനെയുള്ള കോഡായിരിക്കണം ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഇഷ്യൂ ആണ് രജിസ്റ്റർ അലോക്കേഷൻ. Use of register make the computation faster in comparison to that of memory. Registers യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള മെത്തേഡ്. സോ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് രജിസ്റ്റർ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ 2 ഫേസസ് ആണ് വരുന്നത്, രജിസ്റ്റർ അലോക്കേഷനും രജിസ്റ്റർ അസൈൻമെൻറ്റും.
രജിസ്റ്റർ ഇപ്പോൾ രജിസ്റ്റർ അലോക്കേഷൻ പറയുന്നത് ഏത് സമയത്ത് നമ്മൾ ഏത് വേരിയബിൾസ് ആണ് ഏതൊക്കെ രജിസ്റ്ററിലാണ് അലോക്കേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു കോഡ് ജനറേറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്പീഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് രജിസ്റ്റേഴ്സ്. എന്നാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യാൻ ഒരു രജിസ്റ്ററിൽ സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് രജിസ്റ്ററിലേക്ക് അലോക്കേഷനും ഡി അലോക്കേഷനും വേണ്ടി വരും. അപ്പോൾ അത് എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാനും പറ്റും. ഇത് ചെയ്യുന്നത് ഒരു കോഡ് ജനറേറ്റർ ആണ്. അപ്പോൾ രജിസ്റ്റർ അലോക്കേഷനിൽ പറയുന്നത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വേരിയബിൾസിനെ ആണോ രജിസ്റ്ററിലേക്ക് മാറ്റേണ്ടത് അതിൻ്റെ സെലക്ഷനാണ് രജിസ്റ്റർ അലോക്കേഷൻ എന്ന് പറയുന്നത്. രജിസ്റ്റർ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഏത് രജിസ്റ്റർ വേണമെന്ന് സെലക്ട് ചെയ്യുന്നതാണ്. അലോക്കേഷനിൽ ഏതൊക്കെ വേരിയബിൾസ് ആണോ നമ്മൾ രജിസ്റ്ററിലേക്ക് മാറ്റുന്നത് എന്നുള്ള സെലക്ഷനും, രജിസ്റ്റർ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ രജിസ്റ്റേഴ്സിനാണോ എന്ന് സെലക്ട് ചെയ്യുന്നതുമാണ് രജിസ്റ്റർ അലോക്കേഷനിൽ വരുന്നത്. 6th വണ്ണാണ് ഇവാലുവേഷൻ ഓർഡർ. ഇവാലുവേഷൻ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. എന്ന് വെച്ചാൽ generate code for the 3 address statement in the order in which they have been produced by intermediate code generation. ഫൈനൽ ടാർഗറ്റ് കോഡിനെ ഏത് ഓർഡറിലാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് ഓർഡറിലാണോ നമ്മൾ കൊടുത്തത് ആ ഓർഡറിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇവാലുവേഷൻ ഓർഡറിൽ പറയുന്നത്. ഇത്രയാണ് ഫസ്റ്റ് ഇഷ്യൂസ് ഇൻ ദ ഡിസൈൻ ഓഫ് കോഡ് ജനറേറ്ററിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ടാർഗറ്റ് മെഷീൻ ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.